ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് കുറുമശ്ശേരിയിലുള്ള മുരുകൻ്റെ അമ്പലത്തിൽ ചെറപ്പാണ് കേട്ടോ. അപ്പോൾ ചെറപ്പായതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞിനെയും കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ വണ്ടിയുമ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആളും കൂടെ പോന്നു. അവൻ വണ്ടിയിൽ ഇരുന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആൾ ഉറക്കെ ചിരിക്കുക കേട്ടോ. അങ്ങനെ ചിരിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് നമ്മുടെ മുരുകൻ്റെ അമ്പലം കേട്ടോ. ഈ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഞാൻ അവനെയും കൂട്ടി ഉള്ളിലോട്ട് കയറി കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്പലത്തിലൊക്കെ ആകുമ്പോൾ ചുറ്റും ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയിൽ കൂടെയൊക്കെ അവൻ ഓടി നടക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. ഏത് അമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ടൈലൊക്കെ ഇട്ടേക്കണോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കാലുമ്മ കല്ല് കുത്തിക്കൊള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഇങ്ങനെ ഓടി നടക്കാമല്ലോ. അപ്പോൾ അവനിങ്ങനെ ഓടി നടക്കുകയാണ്. പിന്നെ ഈ അമ്പലത്തിലാണെങ്കിൽ ഇങ്ങനെ ചുറ്റും ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട ആൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കുറേ ഒക്കെ അവനറിയാവുന്ന ദൈവങ്ങളാണ്, കുറച്ചൊന്നും ആൾക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരാണ് ഓരോരോ സാധനങ്ങൾ, ഓരോരോ ദൈവങ്ങളെയൊക്കെ അവനിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അവനാണെങ്കിൽ കൂടുതലും അയ്യപ്പനെയും ദേവീനെയാണ് കൂടുതൽ അറിയുള്ളൂ. വേറെ ആരും അങ്ങനെ പുള്ളിക്ക് പരിചയമില്ല. എപ്പോഴും ദേവീൻ്റെ അയ്യപ്പൻ്റെയും കാര്യം ആൾ പറയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചുറ്റും ഓടി നടക്കലായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി. അവനിങ്ങനെ അപ്പം അമ്പലത്തിൽ ദീപാരാധനയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ പുറത്ത് തന്നെ ഓടി നടക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം തൊഴുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നടന്ന് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോന്ന് കാണുമ്പോൾ അവന് ഒരു സമയവും കുട്ടി അടങ്ങിയിരുന്നിട്ടില്ല. ഓരോന്ന് കാണുമ്പോൾ അതെടുത്ത് പൊക്കലും ഓടലും ചാടലും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അതിൽ നടന്നു. ദീപാരാധനയൊക്കെ തൊഴാൻ പറ്റിയില്ല. ദീപാരാധന തൊഴുതു, പക്ഷെ ആ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു. പിന്നെ അവനാണെങ്കിൽ ഇത് ദേവീനെയൊക്കെ ചൂണ്ടിക്കാട്ടി തരികയാണ്, അതുപോലെ തന്നെ അയ്യപ്പനെയും ചൂണ്ടിക്കാണിച്ച് തരികയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോൾ അവൻ ഓരോരോ കുട്ടികൾക്ക് ഓരോന്നും പുതിയ പുതിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ തൊഴുത് കഴിഞ്ഞപ്പോൾ പായസം കിട്ടിയിട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി കുട്ടികൾ പായസം കഴിക്കുന്നത് അവൻ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ തന്നെ ആളും പായസം കഴിച്ചു കേട്ടോ. പാത്രത്തിപ്പാട് തന്നെയാണ് കൊടുത്തത്. അവനത് അതിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു. അങ്ങനെ അവന് പായസമൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന ആൾ പായസം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കഴിച്ച് തൊഴുത് തിരിച്ചു വന്നു കേട്ടോ.